മഞ്ഞൾ കൃഷിയിൽ നൂറുമേനി വിളയിച്ച് തൊഴിലുറപ്പ് സംഘം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ചുങ്കത്ര വള്ളുവശ്ശേരി എന്ന നാട്ടുഗ്രാമത്തിന് ഇന്ന് മഞ്ഞളിൻ്റെ ശോഭയാണ്. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള 4 ഏക്കർ വള്ളുവശ്ശേരി പാടത്താണ് മഞ്ഞൾ കൃഷിയിലെ വിജയഗാഥ. മുട്ടിക്കടവ് ജില്ലാ കൃഷിത്തോട്ടത്തിന് സമീപം കാടുമൂടിയ തരിശായ ഭൂമിയിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് മഞ്ഞൾ വിത്തിട്ടത്. മെയ് മാസത്തിൽ തന്നെ മഞ്ഞൾ വിളവെടുപ്പ് നടത്താൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ഇവരുടെ മുഖത്തുണ്ട്. കാരണം ജൂൺ മാസാരംഭത്തിലാണ് കർഷകർ മഞ്ഞൾ നടുന്നത്. വാർദ്ധക്യം അലട്ടാതെ മഞ്ഞൾ ഒരുക്കുന്ന ശങ്കരടൻ്റെയും ചക്കയുടെയും മുഖത്ത് മഞ്ഞളിൻ്റെ ശോഭയുണ്ട്. ഇരുവരും കഴിഞ്ഞ തവണ 100 തൊഴിൽ ദിനം പൂർത്തിയാക്കിയ പ്രായം ചെന്നവർ കൂടിയാണ്. ചില്ലറ വിപണിയിൽ മഞ്ഞളിന് കിലോയ്ക്ക് 100 രൂപ മുതൽ 120 രൂപ വരെ വിലയുണ്ടെങ്കിലും കിലോയ്ക്ക് ഒന്നിന് 30 രൂപ കർഷകർക്ക് മഞ്ഞൾ വിത്തായി നൽകുമെന്ന് മേട്രൺ ഷൈജ പറയുന്നു. 34 അംഗ തൊഴിലുറപ്പ് സംഘത്തിൻ്റെ ടീം ലീഡർമാരായ പുഷ്പലത, സതീദേവി, ഷീജ എന്നിവരുടെ നേതൃത്വം തുണയായെന്ന് മറ്റു തൊഴിലാളികൾ പറഞ്ഞു. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്താണ് പദ്ധതിക്ക് രൂപം നൽകിയത്. മഞ്ഞൾ വിത്ത് സൗജന്യമായി ഇവർ എത്തിച്ചു നൽകി. പുറമെ 100 രൂപയോളം വിലമതിക്കുന്ന മഞ്ഞൾ വിത്തുകൾ ഞങ്ങളിവിടെ കിലോയ്ക്ക് 30 രൂപ വെച്ചാണ് നൽകുന്നത്. അപ്പം ആൾക്കാരുണ്ടെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ വന്നാൽ മൊത്തമായും ചില്ലറയായും കാടുവെട്ടി ഭൂമി കൃഷിയോഗ്യമാക്കുന്ന ഏറെ ശ്രമകരമായിരുന്നു. ചാലിയാർ പുഴയോട് തൊട്ടുരുമിയുള്ള വനഭൂമിയാണ് അതിർത്തി. ആനയടക്കമുള്ള മറ്റു വന്യമൃഗങ്ങൾ യഥേഷ്ടം സഞ്ചരിക്കുന്ന കൃഷിഭൂമിയിൽ പ്രതീക്ഷയൊന്നുമില്ലാതെയാണ് കൃഷി ഇറക്കിയത്. വൻതോതിലുള്ള വിളവെടുപ്പിലൂടെ മഞ്ഞൾ കൃഷി വന്യമൃഗങ്ങൾ നശിപ്പിക്കില്ലെന്ന പുതുപ്പാഠം നുകരാനും ഇവർക്കായി. മുൻവർഷത്തെ അപേക്ഷിച്ച് മഞ്ഞൾ ലഭ്യത ഇത്തവണ 30% കുറഞ്ഞിട്ടുണ്ടെന്നാണ് മാർക്കറ്റിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. എന്നാൽ ഇവിടുത്തെ മഞ്ഞൾ കൃഷിയുടെ വിജയഗാഥ മലയോരത്തെ കർഷകരുടെ നടീൽ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, മലയോര വിഷൻ, നിലമ്പൂർ.